പോളിയോ ബാധിച്ച് അരയ്ക്കു താഴെ തളർന്ന ആലുവ കോട്ടപ്പുറം സ്വദേശി രതീഷ് സാഹസിക നീന്തൽ ചരിത്രത്തിൽ തീർത്തത് പുതിയ വിസ്മയമാണ്. ഇനിയൊരു മുങ്ങിമരണം സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവരും നീന്തൽ പരിശീലിക്കൂ എന്ന സന്ദേശവുമായിരുന്നു രതീഷിന്റെ നീന്തൽ. കഴിഞ്ഞ 16 വർഷമായി 10,000-ലധികം ആളുകളെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ച സജി വാളശ്ശേരിയുടെ ശിക്ഷണത്തിലായിരുന്നു രതീഷ് സാഹസിക നീന്തൽ പ്രകടനം കാഴ്ചവെച്ചത്. ആലപ്പുഴ ജില്ലയിലെ വടക്കങ്കര അമ്പലത്തുകടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിലേക്ക് അദ്ദേഹം നീന്തിക്കയറി. 2.5 വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴേക്ക് തളർന്ന ശാരീരിക പരിമിതിയുള്ള ഒരാൾ ആദ്യമായാണ് വേമ്പനാട്ട് കായലിന് കുറുകെ നീന്തുന്നത്. അർജുൻ അവാർഡ് ജേതാവായ സജി തോമസ് നീന്തൽ പ്രകടനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒഴുക്കും പോളകളും മറ്റു തടസ്സങ്ങളും തരണം ചെയ്ത് രതീഷ് വൈക്കം ബീച്ചിൽ നീന്തിയെത്തിയപ്പോൾ സ്വീകരിക്കാൻ ജനപ്രതിനിധികളും നാട്ടുകാരും ഒത്തുകൂടി. വൈക്കം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പ്രീത രാജേഷും വൈസ് ചെയർപേഴ്സൺ സുഭാഷ് ഉൾപ്പെടെയുള്ള അംഗങ്ങളും VRSC ക്ലബ് അംഗങ്ങളും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആസിം വെളിമണ്ണ ഉൾപ്പെടുന്ന സജി വാളശ്ശേരിയുടെ 10ഓളം ഭിന്നശേഷിക്കാരായ ശിഷ്യരിൽ ഒരാളാണ് 42 വയസ്സുകാരനായ രതീഷ്. ഏറ്റവും മികച്ച ഒരു അവസരമായിരുന്നു എനിക്ക് കിട്ടിയത്. അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി. എല്ലാം കൊണ്ടും അനുകൂലമായിരുന്നു. നീന്തൽ പഠിച്ച കാലം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു വേമ്പനാട്ട് കായൽ കൂടി ഒരിക്കലെങ്കിലും ക്രോസ് ചെയ്യണം എന്നുള്ളത്. 22 ദിവസം കൊണ്ടാണ് നീന്തൽ പഠിപ്പിച്ചിട്ട് സാർ എന്നെ നീന്തിച്ചത്. സ്പെഷ്യൽ ട്രെയിനിങ് ആയിരുന്നു. കൈകൊണ്ട് മാത്രമേ എങ്ങനെ നീന്താമെന്ന് സാറ് പഠിച്ചിട്ട് അതെന്നെ സജി വാളശ്ശേരി സാർ പഠിപ്പിക്കുമായിരുന്നു. സ്കൂൾ തലം മുതൽ നീന്തൽ പഠിപ്പിക്കുക. നീന്തൽ ഏവർക്കും ഇപ്പം ശാരീരിക പരിമിതിയുള്ള എനിക്ക് ചെയ്യാമെങ്കിൽ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാവരെയും പഠിപ്പിക്കുക. രതീഷിന്റെ പ്രകടനത്തിലൂടെ എത്ര ശാരീരിക പരിമിതി ഉള്ളവർക്കും നീന്തൽ പഠിക്കാമെന്ന് തെളിയിക്കുകയാണ് പരിശീലകൻ സജി വാളശ്ശേരി. വേമ്പനാട്ട് കായൽ പോലുള്ള കായല് കുറുകെ നീന്തിച്ച് മറ്റുള്ളവർക്ക് മുഴുവൻ നീന്തൽ പഠിക്കാൻ ഒരു ആത്മവിശ്വാസം കൊടുക്കാനാണ് എനിക്ക് രതീഷിലൂടെ കഴിഞ്ഞത്. അപ്പൊ ഒരാൾ പോലും മുങ്ങി മരിക്കേണ്ട കാര്യമില്ല. നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഒരു മണിക്കൂർ വീതം 1 മാസം നീന്തൽ പഠിക്കാൻ ഇടയായി കഴിഞ്ഞാൽ ആരും മുങ്ങി മരിക്കേണ്ടതില്ല. അരയ്ക്ക് താഴേക്ക് തളർന്ന രതീഷിന് കഴിയുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.